ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിച്ചു. അപ്പോൾ ഇന്നത്തെ കണ്ണിയാറിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ ഒന്ന്. അപ്പോൾ ഇന്നലത്തെ അതേപോലെ തന്നെ ഇന്ന് പന്തം വീശുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോൾ ഫസ്റ്റ് തന്നെ പോയി ഹാജരായിട്ടുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. അങ്ങനെ കുറേ നേരം പന്തൊക്കെ വീശിയപ്പോൾ നിറയെ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവൾക്കും ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ ഫേസിൽ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. അങ്ങനെ പന്തൊക്കെ വീശിക്കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവരുടെ കുറച്ച് പന്തം വീശി അവസാന ഭാഗമാകുന്ന സമയത്ത് കുറച്ച് മോളുടെ കയ്യിലും കൊടുക്കാൻ പറഞ്ഞിട്ട് അവളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട്. പിന്നെ അപ്പോഴത്തേക്കും ഞങ്ങൾ തൊട്ട വീട്ടിലൊരു കുട്ടീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കേക്ക് കട്ടിങ്ങിന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷൊക്കെ ചെയ്തു, കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പീസ് കേക്കൊക്കെ കഴിച്ചു. അങ്ങനെ പന്തം വീശാനൊക്കെ പോയി കേക്കൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ദേവിയെ എഴുന്നള്ളിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇന്നലെ പിന്നെ മഴയായതുകൊണ്ട് കൊട്ടും വാദ്യമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് പറവാദ്യത്തോടു കൂടിയിട്ടാണ് ദേവിയെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്. അങ്ങനെ പൂക്കുറ്റിയും കമ്പിത്തിരിയും പടക്കങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ആ ഒരു മിസ്സിങ് ഞങ്ങൾ ഇന്ന് തീർത്തു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കമ്പിത്തിരിയൊക്കെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ദേവിയുടെ കൂടെ ഞങ്ങളും പിന്നാലെ, ഞങ്ങൾ മാത്രമല്ല ഇങ്ങനെ ഓരോരോ സ്ഥലത്തുനിന്ന് കുറേ പേര് പിന്നാലെ പോകും കേട്ടോ അവരുടെ കൂടെ. എന്നിട്ടാണ് നമ്മുടെ വേലക്കണ്ടത്ത് വെച്ചിട്ട് എന്താ പറയുക വിളക്കൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും സെറ്റ് മുണ്ടകം സെറ്റ് സാരിയൊക്കെ കൊടുത്ത് വട്ടത്തിൽ നിന്നിട്ട് ഓരോ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ശരിയാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ ഒരു കൊട്ട് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു എന്താ പറയുക വേല വന്നതിൻ്റെ ആ ഒരു വൈബാണ് കേട്ടോ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ ഭാഗത്ത് ആൾക്കാർ കൂടിയ സ്ഥലത്ത് കുറച്ച് നേരം നിന്ന് കൊട്ടലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുപോകുക. കഴിഞ്ഞ വട്ടം ഇതേപോലെ ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യമാണ് കേട്ടോ അങ്ങനെ ലൈറ്റൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് ഓരോ വർഷം കഴിയുന്തോറും ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാ ദേശ കമ്മിറ്റിക്കാർക്കും അതിന് ഇനി വരും തലമുറക്കൊക്കെ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ കാണാനായിട്ട് ഫസ്റ്റ് വന്ന് തിരക്കാകണമെങ്കിൽ പിന്നെ ഒന്നും കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ എല്ലാവരും വിളക്കൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ സെറ്റ് മുണ്ട് സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് ഫസ്റ്റ് ഡേ കളർ സാരി ആയിരിക്കും, സെക്കൻഡ് ഡേ സെറ്റ് മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരിയൊക്കെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഈ ഒരു കമ്പം അതായത് കമ്പം നാട്ടിയതിൻ്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ വിളക്കൊക്കെ കൊണ്ടുവന്ന് നിന്ന് അവർ കുറേ നേരം പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഈ വാഴപ്പോളുടെ വിളക്കൊക്കെ ഇല്ലേ അതൊക്കെ വെച്ച് തിരിയൊക്കെ വെച്ച് കത്തിക്കൊക്കെ ചെയ്തിട്ട് 3 വലം ചുറ്റി വരും. അതൊക്കെയാണ്. അപ്പോൾ അതിനെന്തൊക്കെയൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ അതിന് ബാക്കിലുണ്ട്. അത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അതിനിടയ്ക്ക് ഇങ്ങനെ കളർ ഔട്ടൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന ആ സമയത്തൊക്കെ ഇത് മിസ് ചെയ്യാതെ 2 ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഞങ്ങൾ വരാൻ ശ്രമിക്കാറുണ്ട്. കണ്ടില്ലേ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ 3 വലം ചുറ്റി വരും കേട്ടോ. അപ്പോൾ അവിടെ വെളിച്ചപ്പാട് ഉറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ദൈവം. അങ്ങനെ അവർ എല്ലാവർക്കും ഭസ്മമൊക്കെ കൊടുത്ത് എന്തൊക്കെയോ കൽപ്പനകളൊക്കെ ചില ദിവസങ്ങളിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം അതില്ലാന്ന് തോന്നുന്നു. എല്ലാവർക്കും പറയില്ല, പറയേണ്ട ആ ഒരു ആൾക്കാർക്ക് മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ നല്ലൊരു നൈറ്റ് ഈ ഒരു വിളക്കൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് നല്ല രസം ഉണ്ടാവും കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അതൊരു നല്ലൊരു ബ്രൈറ്റായിട്ടുണ്ടാവും.